ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലോട്ടാണ്. ഏതാണ്ട് നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കണ്ണൂരിലെത്തിയത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള MR റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിക്ക് 4 ദിവസത്തെ ലീവ് കിട്ടിയപ്പോൾ പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ പറശ്ശിനിക്കടവ് വന്ന് തൊഴണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്നായിട്ട് ഈ ഒരു യാത്ര സെറ്റ് ചെയ്തത്. ബൈ ദ ബൈ നമ്മളിന്ന് താമസിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തായ് റിസോർട്ടിലാണ് കേട്ടോ. എൻ്റെ അനിയത്തിയൊക്കെ കഴിഞ്ഞ തവണ വന്നപ്പം അവരിവിടെ തന്നെയാണ് താമസിച്ചത്. ഇവിടുത്തെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഏതാണ്ട് അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ നമുക്ക് നടന്നു വരാനൊക്കെ ആണെങ്കിലും എളുപ്പമായിരിക്കും. ഞങ്ങൾ വന്ന ഡേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡേ പോയത്. പിറ്റേ ദിവസം നമ്മളിതാ ഇന്നത്തെ ഈ ഡേ പുലർച്ചെ നമ്മൾ നേരത്തെ തന്നെ എത്തിയായിരുന്നു. ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തത് ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് നിൽക്കവേ തന്നെ കാലൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിലോട്ട് കയറാനുള്ളൊരു തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഓൾറെഡി നമുക്കറിയായിരുന്നു ഇത്രയും തിരക്കായിരിക്കുന്നൊക്കെ, പക്ഷേ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.5 മണിക്കൂർ കാത്തു നിന്നിട്ടാണ് കേട്ടോ നമുക്ക് മുത്തപ്പൻ്റെ അടുത്തോട്ട് തന്നെ ഒന്ന് എത്താനായിട്ട് പറ്റിയത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ഓൾറെഡി നമുക്ക് കുറച്ച് വിഷമമായിരുന്നു, കാരണം 2-3 സെക്കൻഡിലേ മുത്തപ്പനെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഭയങ്കര സംതൃപ്തിയായി മനസ്സ്, കാരണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്. അങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് സന്തോഷമായിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. പിന്നെ ചായയും കിട്ടി പതിവില്ലാതെ. കഴിഞ്ഞ തവണ വന്നപ്പോൾ എനിക്ക് ചായ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ബൈ ദ ബൈ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. അങ്ങനെ ഈ ഫിറ്റ് ചെക്കൊക്കെ ചെയ്ത് നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബോട്ടിങ്ങിന് പോകാമെന്നായിരുന്നു. ഇവിടെ ബോട്ടിങ് സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് 2 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു ബോട്ട് വരാൻ വേണ്ടിയിട്ട്. കൊച്ചിയിലുള്ള പോലെ തന്നെ ഭയങ്കര ചൂട് തന്നെയായിരുന്നു കേട്ടോ കണ്ണൂരും. ചൂടിന് എവിടെയും ഒരു കുറവില്ലാതെ ഞാനപ്പോൾ മനസ്സിലാക്കി. അങ്ങനെ അവിടെ പിന്നെയും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ ബോട്ട് വന്നായിരുന്നു. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ കൊച്ചിയിലുള്ളപ്പോഴും ഞാനിങ്ങനെ ബോട്ടിങ്ങൊക്കെ ഇടയ്ക്ക് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇതും ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ. ഈ വളപട്ടണം പുഴയുടെ തീരത്ത് ഇങ്ങനെ അമ്പലം കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു രസകരമായിട്ടുള്ളൊരു പരിപാടി, കൈനോക്കൽ. അങ്ങനെ കൈനോട്ടമൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് അന്നദാനം ഉണ്ടായിരുന്നു. എപ്പോഴും അവിടെ പ്രസാദം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പ്രസാദം കഴിക്കാൻ പോയത്. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മൾ പ്രസാദം നമുക്ക് കിട്ടിയത്. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് പറശ്ശിനിക്കടവ് നമ്മുടെ സ്വന്തം മുത്തപ്പൻ്റെ മടപ്പുരയിൽ നിന്നായിരുന്നേ. അങ്ങനെ ഏറെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ബൈ പറയാനുള്ള ടൈമായി കണ്ണൂരിനോട് കേട്ടോ. അതാണ് നമുക്കൊരു വിഷമം. അങ്ങനെ ഞങ്ങൾ മനസ്സെല്ലാം നിറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടാണ് തിരിച്ചു മടങ്ങി പോകുന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് തവണ കണ്ണൂരിൻ്റെ മണ്ണിലോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ നാട്ടിലേക്ക്.